ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയെ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. അപ്പോൾ മിന്നു പറഞ്ഞു, ദേ തോട്ടിൽ തിരീശ വെള്ളമുണ്ട് മമ്മി, ഇപ്പം മീനുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മീൻ ഉണ്ടാവുമോ? ഞാൻ നോക്കിയില്ല, നീ നോക്കിയായിരുന്നു മമ്മി? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മീൻ വന്നായിരുന്നല്ലോ, ഈ പ്രാവശ്യം മീൻ വരൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംശയങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊന്ന് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് മഴയൊന്ന് മാറി ഒന്ന് സെറ്റായപ്പോഴേക്കും മമ്മി മഴ നിന്നു എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഇതിലേക്ക് ചാടി ഇറങ്ങിയിട്ടാ. എന്നിട്ട് മീനുണ്ടോ മമ്മി? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കുമ്മിട്ടും കിടന്നൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ ആൾ നോക്കിയിട്ടൊന്നും കാണാനില്ല. അപ്പോൾ ആൾ നോക്കുന്നത് ഈ നടുവിക്കോട് ഇങ്ങനെ ഓടി വരുന്നുണ്ടാവും എന്നുള്ള രീതിയിലാട്ടോ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മിന്നു ഇങ്ങനെയല്ല മിന്നു, സൈഡിലാണ് മീൻ ഇങ്ങനെ വരിക, കുഞ്ഞു മീനായിരിക്കും, വളരെ കുഞ്ഞിതായിരിക്കും. അവർ ആ മീനെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞു മീനെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച പോലത്തെ മീനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ ഇതിൽ നിൽക്കാം കേട്ടോ. ഭയങ്കര കോൺഫിഡൻസിൽ മീൻ കിട്ടുന്നവരുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ വലയിലൊക്കെ മീൻ പിടിച്ച് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടേ. അപ്പോൾ ആളെന്ത് ചെയ്തു, പേപ്പൻ്റെ കൂടെ അങ്ങനത്തെ ഒരു കുഞ്ഞ് നമ്മുടെ അക്വേറിയത്തിലിടുന്ന ഒരു കുഞ്ഞ് മീനിൻ്റെ വലയുണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി പേപ്പൻ്റെ കൂടെ പാപ്പൻ്റെ കൂടെ ഇതുണ്ട്, എൻ്റെ പേപ്പനാണ് കേട്ടോ അവളുടെ പാപ്പന. അപ്പോൾ ആ പാപ്പൻ്റെ കൂടെ ചൂണ്ടയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചൂണ്ടാന്ന് പറഞ്ഞപ്പോൾ അവിടെ ആരും ചൂണ്ടയിടുന്നതായിട്ട് എനിക്കറിയില്ല. ഇനി പിള്ളേരുടെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവായിരിക്കും, അതായിരിക്കും എന്ന് വെച്ചിട്ട് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ നിന്ന് മറ്റേ വലയും കൊണ്ട് വന്നേക്കാട്ടോ, കുഞ്ഞു വല, നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പോലത്തെ ഒരു വലയില്ലേ, ആ സാധനം കൊണ്ട് ഓടി വന്നു. എന്നിട്ട് അത് വെച്ച് കുറച്ച് നേരം നോക്കിയിട്ടാ. അപ്പോൾ മീനല്ല, ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ കളിക്കുക, അതൊരു സുഖം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ടാ. ഞാൻ പറയും, കയറിടി. വെള്ളത്തിൽ നിന്ന് കയറില്ല, വെള്ളത്തിൽ തന്നെ. അപ്പം ഈ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോടല്ല, ഒരു ചെറിയൊരു കാന. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെയുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലം അവിടെ സ്ലാബ് ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. അവിടെ മുൻപ് സ്ലാബൊന്നും ഉണ്ടായിരുന്നില്ല, മതിലൊന്നും കെട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മീൻ പിടിക്കുന്ന കഥകളൊക്കെ ഇവിടെ നിന്ന് പറയാം കേട്ടോ. അന്ന് തോർത്തുമുണ്ടിൽ ഞാനും അനിയനും രണ്ട് സൈഡിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും, വന്നിട്ട് കുപ്പിയിലാക്കി നിറച്ച് വയ്ക്കും. 2-3 ദിവസം കഴിയുമ്പോഴേക്കും കുപ്പിയിലെ മീനുകൾ ചാവും. ചിലപ്പോൾ വീണ്ടും വെള്ളത്തിൽ കൂടെ തന്നെ തുറന്നു വിടും, വീണ്ടും പിടിക്കും. ഇങ്ങനെ പിടിച്ച് വയ്ക്കും കുറേ. എന്താ പറയുക, മീനെ പിടിക്കലൊരു ഹോബിയായിരുന്നു അന്ന്. വേറെ കളികളൊന്നും ഇല്ലല്ലോ. വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വക കളികൾ, മഴയത്ത് ഇറങ്ങാനോ അല്ലെങ്കിൽ മഴയത്ത് കളിക്കാൻ വിടുന്നില്ലല്ലോ. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ മീൻ വരുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടോ അന്ന് കിട്ടുന്ന ഒരു കുഞ്ഞ് സ്വർണ്ണ കളറിലെ പോലത്തെ ഒരു കുഞ്ഞു മീൻ, 2 കണ്ണ് മാത്രമേ കാണുള്ളൂ, അങ്ങനത്തെ മീൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിനുവിൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഇതിപ്പോൾ പേപ്പറിൻ്റെ വീടാണ് അവിടെ ഓപ്പോസിറ്റ്, അവിടെ നിന്നാണ് ഈ ഓടി വരുന്നത് വലയും കൊണ്ട്. അങ്ങനെ അതിലിങ്ങനെ കളിച്ചു. അപ്പോൾ ഞങ്ങളുടെ പഴയ വിശേഷങ്ങളും പഴയ കാര്യങ്ങളൊക്കെ മിന്നുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ മിന്നു പറയും, ഇപ്പോൾ അവിടെ തോടില്ലല്ലോ എന്ന്. അവിടെ തോടുണ്ട്, ഓൾറെഡി അവിടെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ഭാഗത്ത് മാത്രമാണ് ഇത്തിരി സ്ഥലമുള്ളത് കേട്ടോ, ഇങ്ങനെ ഇറങ്ങാനായാലും എടുക്കാനായാലും. പിന്നെ മാത്രമല്ല, എൻ്റെ അനിയത്തി ഇതിനകത്ത് കുഞ്ഞിലെ വീണിട്ടുണ്ട്. നല്ല ഒഴുക്കുള്ള സമയത്ത്, നല്ല വെള്ളം വന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നപ്പോൾ, അന്ന് ഇത്രയും സ്ലാബൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, 1 സ്ലാബ് 2 സ്ലാബ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവിടെ പെട്ടെന്ന് നിന്നപ്പോൾ ആളൊരു 3 വയസ്സായ പ്രായമുള്ളൂ. ആ സമയത്ത് ഇതിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുങ്ങിപ്പോയ കഥകളൊക്കെ ഇവളുടെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഇവളും ചെറുതായിരുന്നപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വിടില്ല, കാരണം പേടിയായിരുന്നു ഫ്രണ്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് തന്നെ. കാരണം വെള്ളമുള്ള സമയം, മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്, വീണ് പോയി കഴിഞ്ഞാൽ ആരും കണ്ടില്ലെങ്കിലോ, അങ്ങനെയൊക്കെ ഇവൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിലോ, അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവളാണെങ്കിൽ മീനെക്കുറിച്ച് 100 സംശയങ്ങൾ. മീൻ മമ്മി അങ്ങനത്തെ മീനാണോ, ഇങ്ങനത്തെ മീനാണോ, ഇതിൽ കൂടെ വലിയ മീൻ വരും. പണ്ട് ഇതിൽ കൂടെ വലിയ മീനൊക്കെ വരുമായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിലെ മറ്റേ കൊട്ടയില്ലേ, അളി പോലെ ഇങ്ങനെ കെട്ടിയിട്ട് 2 സൈഡും വായ തുറന്ന്, ഒരു സൈഡ് ചെറിയ വായും ഒരു സൈഡ് വലിയ വായും, അതിനെന്തോ പേര് പറയും, ഞാൻ മറന്നുപോയി. ആ കൊട്ടയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വലിയ മീൻ അതിൽ കയറുമായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ വെട്ടുകത്തി കൊണ്ടൊക്കെ വെട്ടിയൊക്കെ പിടിക്കുമായിരുന്നു പണ്ട് എൻ്റെ കുഞ്ഞിലേട്ടോ. അപ്പോൾ അതങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ പിടിക്കുന്നതൊക്കെ.
പിന്നെയാണെങ്കിൽ മെയിനായിട്ട് ഇവിടെ നമ്മുടെ ഈ തോട്ടിൽ വരുന്ന വെള്ളത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാവുമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെയാണ് ഇപ്പോഴൊന്നും അങ്ങനെ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഓലയൊക്കെ ഇല്ലേ, ഓലയൊക്കെ മെടഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വിൽക്കുമായിരുന്നു. ഓരോ വീട്ടുകാരും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ കെട്ടി വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിന്നുനോട് പറയുമ്പോൾ മിന്നുന് ഭയങ്കര കൗതുകമായിരുന്നു. ഇതൊക്കെ എന്താ, ഓല മെടയാന്ന് പറഞ്ഞാൽ എന്താ, എന്തുപയോഗിച്ചാൽ മെടയുക, എന്തിട്ട് ഈ മെടയാന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ സംശയങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കേട്ട് നിൽക്കാനൊരു കൗതുകം തോന്നി. നല്ല രസമുണ്ട് അവളുടെ വർത്തമാനം. അങ്ങനെ നമ്മൾ കുഞ്ഞിൽ ചോദിച്ചിരുന്ന കുറേ കാര്യങ്ങൾ അവൾ ചോദിക്കണെ കാണുമ്പോൾ നമുക്കൊരു രസം തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറഞ്ഞിട്ട് എന്തേതാ കയറുന്നില്ല. കാരണം സ്കൂളുണ്ട്, പരീക്ഷയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ ഇട്ടോ, അതുമൊന്നും നീ തൊടണ്ട എന്ന് വെച്ചാൽ കുപ്പിച്ചില്ല ഏതാണ്ടൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കാലുമ്മ കയറില്ലേ, നീ കയറുന്നു. അപ്പോഴേക്കും ഇവിടെ തോട്ടി കളിക്കണം കണ്ടപ്പോൾ അപ്പുറത്തുനിന്ന് പേപ്പറിൻ്റെ ആയിരുന്നു കേട്ടോ ഇറ്റ് കിടന്നത്. അവിടെ വന്നിട്ട് ഇവൾക്ക് ഇവിടെ കാവലിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവില്ല, ഇവള് ഇനി അകത്ത് കയറണം, എന്നാൽ മാത്രമേ ഇവന് ഇവിടെ നിന്ന് പോവുള്ളൂ. അങ്ങനെയാണേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ വഞ്ചി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നീ പോയി വഞ്ചി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വഞ്ചി ഉണ്ടാക്കാൻ അറിയില്ല, മമ്മി ഉണ്ടാക്കിയതായിരുന്നു പറഞ്ഞു. അങ്ങനെ വഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളുടെ പഴയ വഞ്ചിയാണ് കേട്ടോ. പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലായിരുന്നു ഉണ്ടാക്കിയ പോലത്തെ വഞ്ചിയാണ്. പുതിയ സ്റ്റൈലിലുള്ള വഞ്ചികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ പഴയ വഞ്ചി. ഇതിപ്പോൾ ഒരു കടലാസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടെ മടക്കി വീണ്ടും അതുപോലെ മടക്കി കഴിഞ്ഞാൽ ഒരു കുട്ടി വഞ്ചി കിട്ടും. നമ്മൾ പേപ്പർ എന്തോരം വലുതെടുക്കുന്നു അതനുസരിച്ചിട്ടോ. പണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ ഈ തോട്ടിൽ കൂടെ വഞ്ചി വിടുമായിരുന്നു, ഒത്തിരി വഞ്ചി വിടുമായിരുന്നു. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അത്രയും പേപ്പറുള്ളൂ. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആവശ്യം പോലെ പേപ്പറൊക്കെ ഉണ്ട്. ആ സമയത്ത് കുറേ വഞ്ചി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഞ്ഞു കോലൊക്കെ കുത്തിവെച്ച് വഞ്ചിക്കാരനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇതൊക്കെ പറയുമായിരുന്നേ. ഞങ്ങളിങ്ങനെ വഞ്ചിക്കാരനെ ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളും കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണങ്ങളും ഇന്ന ആളെ പോവാന്ന് പറഞ്ഞുകൊണ്ട് വരച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിടും, ഒത്തിരി വിടും. എന്നിട്ട് ഇവിടെ നിന്ന് വിട്ട് അപ്പുറം വരെ പോണത് വരെ ഞങ്ങളും പിന്നാലെ ഓടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചി പോണ സ്പീഡിൽ എവിടെ വെച്ചാണാവോ നമ്മുടെ വഞ്ചി മുങ്ങി പോവാന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചിലപ്പോൾ മുങ്ങിപ്പോയി വഞ്ചി എടുക്കാനൊക്കെ കോലൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നേ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു, ഈ വഞ്ചിയുടെ ഫ്രണ്ടിൽ കണ്ണും മൂക്കും വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഞ്ചിയുടെ ഫ്രണ്ട് ഭാഗത്ത് 2 കണ്ണൊക്കെ വരച്ച് വെച്ച് മൂക്കൊക്കെ വരച്ച് വെച്ചു. അപ്പോൾ കളർ കൊടുക്കാനുള്ള ക്ഷമയില്ല, സമയമില്ല. വേഗം പോയിട്ട് നമുക്ക് വഞ്ചി വെള്ളത്തിൽ വിടാം, ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ വഞ്ചിമ പടമൊക്കെ വരച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് പേപ്പർ ചുറ്റി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പേപ്പർ ചുറ്റിയൊന്നും വെക്കണ്ട, പേപ്പറൊക്കെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ വഞ്ചി പോകുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ, അപ്പുറത്തേക്കൂടെ ഇപ്പോൾ ഞാൻ സ്ലാബ് ഇട്ടേക്കാണല്ലോ, അപ്പോൾ അത് കാരണം ഇവിടെ വഞ്ചി പോണത് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പേപ്പറൊന്നും ചുരുട്ടാൻ പോയില്ല കേട്ടോ. നേരെ വഞ്ചി മണത്തൊക്കെ നോക്കുക, പിന്നെ അതിൻ്റെ സ്മൂത്ത്നെസ്സൊക്കെ നോക്കുക, കവിളിലൊക്കെ വെച്ച് നോക്കുക, ഇതൊക്കെയായിരുന്നു പണി. ഇതിൻ്റെ ഷേപ്പും ഇതെന്താ വഞ്ചി ഇങ്ങനെ ഇരിക്കണേ, എന്താ വഞ്ചി ഈ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണേ, ശരിക്കുള്ള വഞ്ചി എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ചോദിക്കുന്നത്. അപ്പം ഞാനും അതിനനുസരിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം കേട്ടോ, എനിക്കറിയുന്ന പോലെ. അപ്പോൾ അങ്ങനെ അവളുടെ വരയ്ക്കലും എൻ്റെ വഞ്ചി ഉണ്ടാക്കലും അതുപോലെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വഞ്ചി വെള്ളത്തിൽ വിടാനായിട്ട് ഇറക്കാനുള്ള പരിപാടിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വഞ്ചി വലുതും ഒരു വഞ്ചി ചെറുതുമായിരുന്നേ. അപ്പോൾ ഈ വഞ്ചീനെയും കൂടി ഇത്തിരി കൂടി സെറ്റപ്പാക്കി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും കൂടി അതിനെ മടക്കി സെറ്റപ്പാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ വഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇങ്ങനെ വഞ്ചി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല ഭംഗിയുള്ള വഞ്ചിയല്ലേ, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വഞ്ചിയല്ലേ. ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മിന്നുവിന് ഏതായാലും ഇഷ്ടമായി കേട്ടോ. അങ്ങനെ എൻ്റെ കൊച്ചു വഞ്ചിയും വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. മിന്നുവിനത് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ന്യൂസ് പേപ്പറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം മുങ്ങിപ്പോകും. പിന്നെ നല്ല പേപ്പറുകൾ, കട്ടിയുള്ള പേപ്പറാണ്, കിട്ടാനുമില്ല. അത് കാരണം കൊണ്ട് പിന്നെ അതിന്
വലിയ ഇത് കൊടുത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ വേഗം ഇതായിരുന്നു അവളുടെ ചിന്ത. അങ്ങനെ ആ വഞ്ചി അകത്തിരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു നോക്കിയിട്ടാ ഇതുകൊണ്ട് ഇനി വേറെ എന്തൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ തുറന്ന് നോക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങണതിന് മുമ്പ് ആളിനി എവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞത് ചീത്തയാവില്ലേ അങ്ങനെയൊക്കെയായി. പിന്നെ ഉണ്ടാക്കി തരുമോ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വെള്ളത്തിൽ എന്നാലല്ലേ അതെങ്ങനെ പോണേന്ന് കാണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ സൈഡിൽ നിന്നാണ് കേട്ടോ വെള്ളം വരുന്നത്. അപ്പം ആ സൈഡിൽ ഗ്യാപ്പിൽ കുറച്ച് അവിടെ നിന്ന് ഇട്ടിട്ട് നമുക്ക് ഇതിൽ കൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടിട്ട് വന്ന് നിൽക്കണം കേട്ടത്. ഇവിടെ എത്തിക്കണം. അപ്പം ഇവിടെ എത്തിയപ്പോഴേക്കും വെള്ളം കയറിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി കാടൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ആൾ പോയില്ല. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തത് ഇടാൻ വെച്ചു. അടുത്തത് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും അപ്പുറത്ത് തന്നെ സൈഡിൽ ചെന്ന് ഇടാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും ആൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. എങ്ങനെ ഇത് വരണേന്ന് അറിയണമല്ലോ. ആദ്യം പോയി വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായില്ല. രണ്ടാമത്തെ കണ്ടപ്പോൾ ആൾക്ക് ഇനി ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും നടക്കും, ഞാൻ അവിടെ ചാടി ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് വന്നോണം വന്നിങ്ങനെ നോക്കി ഇന്ന് വേഗം ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര വിഷമമായി പോയി ആൾക്ക്. അത് പകുതി എത്തിയപ്പോൾ ഇങ്ങോട്ട് എത്തിയില്ല. അവിടെ ഒരു കല്ലിൽ തട്ടി അവിടെ നിന്നു. പിന്നെ ഇത് വരാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എന്തൊക്കെ എടുത്തൊക്കെ എറിഞ്ഞു കേട്ടോ. കല്ല് എന്തൊക്കെ എടുത്ത് എറിഞ്ഞു അതിങ്ങോട്ട് വരാനായിട്ട്. പക്ഷെ അപ്പോഴേക്കത് അവിടെ സ്റ്റക്കായി ഇനി വരില്ല എന്ന് മനസ്സിലായി. ഞാൻ അതിൽ കൂടെ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോണ്ട, പുറത്ത് നിന്ന് മതി. അപ്പം ഇനി വീണ്ടും അടുത്ത വഞ്ചി ഉണ്ടാക്കും മമ്മി എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വേറെ ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അവർക്ക്. അപ്പോഴേക്കും മൂടൊക്കെ ചേഞ്ചായി സെറ്റായാണ്. അപ്പോൾ ഞാൻ ഇനി ഇരുന്ന് പഠിക്കാം, ഇനി പുസ്തകം മതി, അങ്ങനെ നാളത്തെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് വേഗം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ.